അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ് ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ബൈനി വ ബൈന ഈസാ നബിയ്യുൻ, എനിക്കും ഈസാക്കും ഇടയ്ക്ക് മറ്റൊരു പ്രവാചകനില്ല. അതായത് ഇസ്രായേൽ സമൂഹത്തിൽ അവസാനമായി വന്നിട്ടുള്ള പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാം. പിന്നീട് ലോകത്ത് വരുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതാണ് ലൈസ ബൈനി വ ബൈന ഈസാ നബിയ്യുൻ എന്ന് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, വൈന്നഹു നാസിലുൻ, അദ്ദേഹം ഇറങ്ങി വരും, ഈസ ഇറങ്ങി വരും. ഇദാ റഅയ്തുമൂഹു ഫഅരിഫൂഹു, അദ്ദേഹത്തെ നിങ്ങൾ കണ്ടാൽ തിരിച്ചറിയണം. റജുലുൻ മർബൂഉൻ ഇലൽ ഹുംറത്തി വൽ ബൈളായി യൻസിലു ബൈന മുമസ്സറത്തൈൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരിക ഘടനയെ സംബന്ധിച്ചാണ് അവിടെ പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, കാന്ന റൈസഹു യഖ്തുറു വൈലം യുസിബുഹു ബലൽ, അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്ന് നനവില്ലെങ്കിൽ പോലും വെള്ളമില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൽ നിന്ന് വെള്ളം അങ്ങനെ ഉറ്റി വീഴുന്നത് പോലെ തോന്നും. എന്നിട്ട് ഫയുഖാത്തിലുന്നാസ അലൽ ഇസ്ലാം, അദ്ദേഹം ഇസ്ലാമിൻ്റെ പേരിൽ യുദ്ധം ചെയ്യും. ഫയദുഖുസ്സലീബ വഖത്തുലുൽ ഖിൻസീർ, അദ്ദേഹം കുരിശ് തകർക്കും, പന്നിയെ കൊല്ലും. വദഉൽ ജസിയ ഒഴിവാക്കും. യുഹ്ലിക്കുല്ലാഹു ഫീ സമാനിഹിൽ മിനല കുല്ലഹ ഇല്ലൽ ഇസ്ലാം, ഇസ്ലാമല്ലാത്ത മറ്റെല്ലാ മാർഗങ്ങളെയും അള്ളാഹു നശിപ്പിക്കും. അദ്ദേഹം വയുഹ്ലിക്കുൽ മസീഹുദ്ദജ്ജാൽ, മസീഹുദ്ദജ്ജാലിനെ നശിപ്പിക്കും. എന്നിട്ട് ഫയംകുസു ഫിൽ അർളി 40 സന, അദ്ദേഹം 40 കൊല്ലം ഭൂമിയിൽ ജീവിക്കും. തുമ്മ യുതവഫ, പിന്നെ അദ്ദേഹം മരിക്കും. ഫയുസല്ലി അലൈഹിൽ മുസ്ലിമൂൻ, പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി മുസ്ലിങ്ങൾ നമസ്കരിക്കും. ഇതാ ഇമാം അഹ്മദ് തൻ്റെ മുസ്നദിൽ 9270 നമ്പറായിട്ട് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. മറ്റ് മുഹദ്ദിസുകളൊക്കെ ഉമവികൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തിയെന്നാണ് മുസ്തഫയുടെ വാദം. അതായത് ഇമാം അഹ്മദിനെ അദ്ദേഹം അതിൽ എണ്ണാത്തത് കൊണ്ട് ഇമാം അഹ്മദിൻ്റെ ഈ ഹദീസ് അദ്ദേഹത്തിന് സ്വീകാര്യമായിരിക്കേണ്ടതാണ്. ഹദീസ് പൊതുവിൽ തന്നെ തള്ളുന്ന ആളായതുകൊണ്ട് അദ്ദേഹം വിശ്വസിക്കണമെന്നൊന്നുമില്ല. എന്നിരുന്നാൽ പോലും നമ്മൾക്ക് പറയാം. ഇനി അദ്ദേഹത്തിൻ്റെ വാദമനുസരിച്ച് ബൈബിള് തിരുത്തപ്പെടാത്ത ഒരു വേദമാണ്. ബൈബിള് എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ 39, പഴയ നിയമത്തിൽ 39, പുതിയ നിയമത്തിൽ 27, അങ്ങനെ 66 പുസ്തകങ്ങൾ. പിന്നീട് കത്തോലിക്കർ മാത്രം അംഗീകരിക്കുന്ന കനോനിയ നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അപ്പോക്രിസ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന 12 പുസ്തകങ്ങൾ വേറുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ ബൈബിളിൽ പെട്ടതാണ്, വേദങ്ങളിൽ പെട്ടതാണെന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. വിശുദ്ധ ഖുർആനാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുർആനും പൂർവ്വവേദങ്ങളെ ശരിവെക്കുന്നതായിട്ട് പറയുന്നുമുണ്ട്. റസൂലും മുസദ്ദിഖുൽ ലിമാ മഅക്കും, നിങ്ങളുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തുന്ന ദൂതൻ. അതുപോലെ കിതാബും മുസദ്ദിഖുൽ ലിമാ മഅഹും, അവരുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തുന്ന ദൂതൻ എന്നൊക്കെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ വിശുദ്ധ ഖുർആൻ സത്യപ്പെടുത്തിയിട്ടുള്ള ഈ വേദം, ഇതിലുള്ള എല്ലാ പുസ്തകങ്ങളും ശരിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അങ്ങനെയാണെങ്കിൽ ബൈബിള് പഴയ നിയമത്തിൽ യേശുവിൻ്റെ കുരിശ് ആരോഹണത്തെ സംബന്ധിച്ച്, കുരിശ് മരണത്തെ സംബന്ധിച്ചും കല്ലറയിൽ അദ്ദേഹം അടക്കപ്പെട്ടത്, അതുപോലെ തന്നെ അവിടെ നിന്ന് അദ്ദേഹം ഉയർത്തപ്പെട്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഈ ബൈബിളിൽ പറയുന്നുണ്ട്. അതിൽ മാർക്കോസ് പറയുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ 15-ാമത്തെ ഭാഗത്തിൽ പറയുന്നത് 6-ാം മണിക്കൂർ, അതായത് 15:33 മുതൽക്ക് 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, എലോയി എലോയി ലമാ സബ്ബക്താനി, അതായത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? അടുത്തു നിന്നിരുന്ന ചിലർ അത് കേട്ട് പറഞ്ഞു, ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു. ഒരുവൻ ഓടി വന്ന് നീർപ്പഞ്ഞി വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങണം മേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആകട്ടെ, അവനെ താഴെ ഇറക്കാൻ ഏലിയ വരുമോ എന്ന് നമുക്ക് കാണാം. എന്ന് പറഞ്ഞാൽ യേശു ക്രൂശിക്കപ്പെട്ടു എന്നാണ് ഇവിടെ മാർക്കോസ് പറയുന്നത്.
ഇനി ലൂക്കായുടെ 24-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് യേശുവിൻ്റെ സ്വർഗാരോഹണം, അദ്ദേഹത്തിൻ്റെ കുരിശുമരണത്തെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വർഗാരോഹണത്തെ പറ്റി പറയുന്നുണ്ട്. അവൻ അവരെ ബദാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവൻ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറൂസലമിലേക്ക് മടങ്ങി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയെന്നാണ്. അപ്പോൾ അവിടെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് യേശുവിനെ ആകാശത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇനി അപ്പോസ്തല പ്രവൃത്തികളിലും 4 സുവിശേഷങ്ങൾക്ക് പുറമെ അപ്പോസ്തല പ്രവൃത്തികളിലും ഇതേ കാര്യം പറയുന്നുണ്ട്. അവിടെ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ 1-ാം അധ്യായത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. അപ്പോൾ ഈ ബൈബിളിൽ സുവിശേഷത്തിലും അതുപോലെ അപ്പോസ്തല പ്രവൃത്തിയിലും ഒക്കെ അദ്ദേഹം ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടതും അദ്ദേഹം തിരിച്ചു വരുന്നതും പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന കാലത്തൊക്കെ ഉള്ളതാണ്. ഈ വിശ്വാസങ്ങളൊക്കെ ക്രിസ്ത്യാനികൾ വെച്ചു പുലർത്തിയിരുന്നതുമാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ വെച്ചു പുലർത്തിയിരുന്ന യേശു ക്രൂശിക്കപ്പെട്ടു, അദ്ദേഹത്തെ അവർ കൊന്നു, ക്രൂശിക്കപ്പെട്ടു എന്നുള്ള വാദത്തെ ഖുർആൻ ഖണ്ഡിക്കുന്നുണ്ട്. മാ ഖതലൂഹു മാ സലബൂഹു. അതുപോലെ യേശു ദൈവപുത്രനാണെന്നും ദൈവമാണെന്നുള്ള വാദഗതിയെയും ഖുർആൻ എതിർക്കുന്നുണ്ട്. ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹു വൽ മസീഹു ഇബ്നു മറിയം, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളെ ഖുർആൻ ഖണ്ഡിക്കുന്നുണ്ട്, എതിർക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഈ വിശ്വാസത്തെ യേശു തിരിച്ചു വരും, യേശു ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു തിരിച്ചു വരും എന്നുള്ള ഈ വാദഗതി എന്തുകൊണ്ട് ഖുർആൻ ഖണ്ഡിച്ചില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഇവിടെ ഉയരുന്നുണ്ട്. ഖുർആന് തെറ്റായിട്ടുള്ള വാദഗതികളെ വിശ്വാസങ്ങളെ എതിർക്കാനും അത് തിരുത്താനുമാണ് വന്നിട്ടുള്ളത്. എന്നിട്ടും ഖുർആൻ എന്തുകൊണ്ട് ഈ വാദഗതികളെ എതിർത്തില്ല, അതിനെ തിരുത്തിയില്ല എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ മുസ്തഫ പറയുന്നത് പോലെ അദ്ദേഹം വിശ്വസിക്കുന്നത് ഈ വേദങ്ങളൊക്കെ സത്യമാണ്, 100% അതിനൊരു തിരുത്തലും വന്നിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഹദീസിനെ തള്ളിക്കളയുന്നു? കാരണം ഹദീസിൽ പറഞ്ഞിട്ടുള്ളതും ഈ വേദങ്ങളിൽ സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവൃത്തിയിലും പറഞ്ഞിട്ടുള്ളതുമൊക്കെ ഏകദേശം ഒരേ കാര്യമാണ്. അപ്പോൾ ഒരു വശത്ത് വേദങ്ങൾ തിരുത്തപ്പെട്ടിട്ടില്ല, അത് പൂർണ്ണമായി സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഹദീസുകളിൽ വന്നിട്ടുള്ള ഇത്തരം പരാമർശങ്ങൾ സ്വീകാര്യമല്ല. അത് അദ്ദേഹം പരിഹസിക്കുകയാണ്. പന്നിയെ കൊല്ലുന്ന പറഞ്ഞാൽ എന്തിനാണ് യേശാ നബി പന്നിനെ കൊല്ലുന്നത്? അതുപോലെ കുരിശ് തകർക്കുന്ന പറഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിന് കുരിശുമായിട്ടുള്ള ബന്ധം? പിന്നെ ദജ്ജാലിനെ കൊല്ലുന്ന പറഞ്ഞാൽ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഒരു മായാവി കഥയാണ്. അതുപോലെ തന്നെ യെറൂശലമിൽ അദ്ദേഹം വെള്ളമുനാരത്തിലെങ്കിൽ ഇറങ്ങുമെന്ന് പറയുന്നത് അതൊക്കെ കെട്ടുകഥയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ മുസ്തഫ ഇതിനെയൊക്കെ നിരാകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ചോദ്യം ഹദീസ് നമുക്ക് മാറ്റി വെക്കാം. അദ്ദേഹത്തിൻ്റെ വാദമനുസരിച്ച് തന്നെ സത്യസന്ധമായ ഒരു കയ്യേറ്റങ്ങൾക്കും വിധേയമായിട്ടില്ലാത്ത ലാ തബ്ദീല ലി കലിമാത്തില്ലാഹി വലാ മുബദ്ദില ലി കലിമാത്തില്ല എന്നൊക്കെയുള്ള ഖുർആൻ ആയത്തുകൾ ഓതിക്കൊണ്ടാണ് പൂർവ്വവേദങ്ങളിൽ ഒരു കയ്യേറ്റവും വന്നിട്ടില്ല എന്ന് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. എങ്കിൽ വിശുദ്ധ ഖുർആനും ബൈബിളുമായിട്ട് അദ്ദേഹം പിന്നെ പറയുന്നതനുസരിച്ച് തിരുത്തപ്പെട്ടിട്ടില്ലാത്ത ഈ വേദങ്ങളും ഖുർആനിലും ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ വന്നതെന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ഹദീസിൽ പറഞ്ഞ അതേ കാര്യം ബൈബിൾ സുവിശേഷത്തിൽ പുതിയ നിയമത്തിലെ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവൃത്തിയിലും പറഞ്ഞത് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ അല്ലേ? വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട്? അപ്പോൾ ബൈബിൾ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണോ അദ്ദേഹത്തിൻ്റെ വാദം? അദ്ദേഹത്തിൻ്റെ പഴയ വാദം അദ്ദേഹം തിരുത്തിയോ? എന്നിത്യാദി ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ കേൾക്കുന്ന, അദ്ദേഹത്തെ പിന്തുടരുന്ന ആളുകൾ അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ചുകൊണ്ട് അതിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായിരുന്നാലും ഒരു മനുഷ്യൻ
ഖുർആനിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും ഹദീസുകൾ തള്ളിപ്പറയുകയും എന്നിട്ട് ആളുകൾക്കിടയിൽ വസുവാസം ഉണ്ടാക്കി അവരെ മാർഗഭ്രംശം വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനിൽ നിന്ന് ഇങ്ങനെയൊക്കെ അല്ലാതെ നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ വകല്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്നാലും അദ്ദേഹത്തെ പിന്തുടരുന്ന ആളുകൾ ബുദ്ധിയുള്ളവരാണെന്നാണല്ലോ പറയുന്നത്. അവർക്കും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാവുന്നതാണ്. ആ സംശയങ്ങൾക്ക് മറുപടി അദ്ദേഹത്തോട് ചോദിച്ചു വാങ്ങേണ്ടത് അവരുടെ ബാധ്യതയാണ് എന്നേ ഇതിനെ സംബന്ധിച്ച് നമ്മൾക്ക് പറയാനുള്ളൂ. എന്തായിരുന്നാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവൻ്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങൾ അതങ്ങനെ തന്നെ അംഗീകരിക്കുക എന്നുള്ളതേ അവർക്ക് സാധ്യമാവുകയുള്ളൂ എന്നതാണ് നമ്മൾക്ക് പറയാനുള്ളത്. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.